വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, 5ാം ക്ലാസ്സിലെ മക്കൾ ആദ്യമായിട്ടാണ് ഹിന്ദി പരീക്ഷ എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും നന്നായി പഠിച്ച് എ ഗ്രേഡ് തന്നെ നേടണം. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഈ ഒരൊറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മുഴുവൻ കാണുക, ഓരോ ചോദ്യവും നന്നായി പഠിക്കുക. फर्स्ट क्वेश्चन, नीचे दिए गए चित्र में संख्या के अनुसार रंग भरिए. താഴെ തന്നിട്ടുള്ള ചിത്രത്തിന് നമ്പർ അടിസ്ഥാനത്തിൽ നിറം നൽകുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് വരും. നിങ്ങൾക്ക് എല്ലാവർക്കും നിറം കൊടുക്കാൻ വളരെ ഇഷ്ടമായിരിക്കുമല്ലേ? പരീക്ഷയ്ക്ക് പോകുമ്പോൾ ക്രയോൺ പെൻസിൽ കൂടി കൊണ്ടുപോകണം. ഇവിടെ ഒരു പൂവിന്റെ ചിത്രം കാണുന്നുണ്ട്. അപ്പൊ ഏത് നിറമാണ് എവിടെയാണ് കൊടുക്കേണ്ടത് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 1 എന്ന് എഴുതിയ കോളങ്ങളിലെല്ലാം ലാൽ ചുവപ്പാണ് കൊടുക്കേണ്ടത്. 2 എന്ന് എഴുതിയെടുത്ത് ഹര പച്ച, 3 എന്ന് എഴുതിയെടുത്ത് കാല കറുപ്പാണ് കൊടുക്കേണ്ടത്. 4 എന്ന് എഴുതിയെടുത്ത് നീല നിറമാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് നിറം കൊടുത്തിട്ടുള്ളത്. നിങ്ങളും ഇതുപോലെ വൃത്തിയിൽ കൊടുക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്രോം കെ നാം ലിഖിയേ. ചിത്രങ്ങൾക്ക് പേര് നൽകുക. ഇവിടെ 3 ചിത്രങ്ങൾ കാണുന്നുണ്ട് അല്ലേ? അവ ഓരോന്നിന്റെയും പേര് ഹിന്ദിയിൽ താഴെ എഴുതണം. ആദ്യത്തെ ചിത്രം മരത്തിൻ്റെതാണ് അല്ലേ? മരത്തിന് ഹിന്ദിയിൽ എന്താ പറയാ? പേട് എന്നാണ്. അപ്പൊ ഇവിടെ യഹ് ഡാഷ് ഹേ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്ത് എഴുതണം? യഹ് പേട് ഹേ എന്ന് എഴുതണം. രണ്ടാമത്തെ ചിത്രം ഒരു പൂമൊട്ടാണ് അല്ലേ? പൂമൊട്ടിന് എന്താ ഹിന്ദിയിൽ പറയുന്നത്? കലി എന്നാണ്. അപ്പൊ ഇവിടെ യഹ് കലി ഹേ എന്ന് എഴുതണം. മൂന്നാമത്തെ ചിത്രം ഒരു പക്ഷിയാണല്ലേ? പക്ഷിക്ക് ഹിന്ദിയിൽ എന്താ പറയാ? ചിടിയാ. യഹ് ചിടിയാ ഹേ. ഇവ മൂന്നിന്റെയും പേര് ഹിന്ദിയിൽ എഴുതാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ ഓപ്ഷൻ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയും വരാം. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മിലാൻ കീജിയെ. ചേരുംപടി ചേർക്കുക. ഇവിടെ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഭാഗം 1 ഭാഗം 2 നോക്കി ശരിയായ രീതിയിൽ ചേരുംപടി ചേർത്ത് താഴെ എഴുതണം. ശരിയായ ഉത്തരം നിങ്ങൾ ഇവിടെയാണ് എഴുതേണ്ടത്. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. ഹവാ ബഹ് രഹി, ഘൂം രഹി വഹ്, ഉടുത്തി ഉടുത്തി ആയി, ഫുദക് ഫുദക് കർ. ഇവിടെ ചിടിയ, ഡംഡി ഡംഡി, വേബി ചഹക്കി, ബഹ്ക്കി ബഹ്ക്കി എന്നിങ്ങനെ തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ കവിതാ ഭാഗമാണല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെയാണ് വരുന്നത്? ഹവാ ബഹ് രഹി, ഡംഡി ഡംഡി, ഘൂം രഹി വഹ്, ബഹ്ക്കി ബഹ്ക്കി, ഉടുത്തി ഉടുത്തി ആയി ചിടിയാം, ഫുദക് ഫുദക് കർ, വേബി ചഹക്കി. ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. അതിന്റെ ആൻസർ നിങ്ങൾ താഴേക്ക് ഇങ്ങനെയാണ് എഴുതേണ്ടത്. കവിത മുഴുവനായിട്ടും എഴുതുക. ഹവാ ബഹ് രഹി ഡംഡി ഡംഡി, ഘൂം രഹി വഹ് ബഹ്ക്കി ബഹ്ക്കി, ഉടുത്തി ഉടുത്തി ആയി ചിടിയ, ഫുദക് ഫുദക് കർ, വേബി ചഹക്കി. നമുക്ക് 2 കവിതകളാണ് പഠിക്കാനുള്ളത്. 2 കവിതകളും നന്നായി പഠിച്ചിട്ടുണ്ടാകണം. പരീക്ഷയ്ക്ക് ഇതുപോലെ ചേരുംപടി ചേർക്കാനോ അല്ലെങ്കിൽ കവിതയിലെ വരികൾ ഓർഡർ തെറ്റിച്ച് തരാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശരിയായി എഴുതണമെങ്കിൽ കവിതാഭാഗം നന്നായി പഠിച്ചിരിക്കണം. നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ, കവിതാക്കി പംക്തിയാം ക്രം സേ ലിഖേം. കവിതയിലെ വരികൾ ക്രമത്തിൽ എഴുതുക. അപ്പൊ ഇവിടെ കവിതയിലെ വരികൾ ഓർഡർ തെറ്റിച്ചാണ് തന്നിട്ടുള്ളത്. അത് നിങ്ങൾ ക്രമപ്പെടുത്തി ഇവിടെ എഴുതണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാവും ക്വസ്റ്റ്യൻ വരുന്നത്. ഏത് രീതിയിൽ വന്നാലും എഴുതാൻ പറ്റണമെങ്കിൽ കവിതാഭാഗം നന്നായി പഠിച്ചിരിക്കണം. ഇവിടെ മക്കീസെ വഹിലെടുത്താത, നീതൂക്കാത പില്ലായേക്, ചോട്ടി ടാങ്കെ ലെമ്പി പൂഞ്ച്, ബദൻ പേ ഉസ്കെ രുവേം അനെ, ഗഡേ ഗഡേ ഗിർ പഡ്താത, ഭൂരി ദാടി കാലി മൂഞ്ച്. അപ്പൊ ഈ കവിത മക്കൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ? ആദ്യത്തേത് ഏതാണ്? നീതു കാത പില്ലായേക്. രണ്ടാമത്തത് ബദൻ പേ ഉസ്കെ രുവേം അനേക്, ചോട്ടി ടാങ്കേം ലെമ്പി പൂഞ്ച്, ഭൂരി ദാടി കാലി മൂഞ്ച്, മക്കി സെ വഹ്ലെടുത്താത, ഗഡേ ഗഡേ ഗിർ പഡ്താത. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇത് ഓർഡറിലാക്കിയിട്ട് ഇങ്ങോട്ട് എഴുതണം.
ഇനി ഇതിന്റെ കൂടെ വന്ന ക്വസ്റ്റ്യൻ ആണ് സമാൻ ധ്വനി വാലെ ശബ്ദ ചുനേം. സമാന ധ്വനിയിലുള്ള വാക്കുകൾ കണ്ടെത്തുക. ഈ കവിതയിൽ ഏതാണ് സമാൻ ധ്വനി ശബ്ദം? ഗഡേ ഗഡേ എന്നാണ് അല്ലെ. ഒരുപോലെ വരുന്ന വാക്കുകളാണ് എഴുതേണ്ടത്. അപ്പൊ അതിന്റെ ആൻസർ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഈ താഴെ മറ്റൊരു ക്വസ്റ്റ്യൻ സഹി ശബ്ദ ചുൻകർ ഖാലിസ്ഥാൻ വരെ. ശരിയായ വേർഡ് തെരഞ്ഞെടുത്ത് വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഇവിടെ 4 ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ട്. ചോട്ടി, ലംബി, ഭൂരി, കാലി. ബ്രാക്കറ്റിൽ ഓപ്ഷൻ ആയിട്ട് പൂഞ്ച്, ടാങ്കെ, ദാടി, മൂഞ്ച് ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കവിതയിൽ നോക്കി ശരിയായത് പൂരിപ്പിക്കുക. ആദ്യത്തേത് ചോട്ടി. ചോട്ടി ഏതായിരുന്നു? ടാങ്ക് അല്ലെ. ചോട്ടി ടാങ്ക്. അതുപോലെ ലംബി പൂഞ്ച്, ഭൂരി ദാടി, കാലി മൂഞ്ച്. അപ്പൊ ഇവ ഓരോന്നും ഇങ്ങോട്ട് എടുത്ത് എഴുതണം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഗദ്यांശ് കോ പഠിക്കർ നീച്ചെ ദിയെ ഗയെ പ്രശ്നോം കെ ഉത്തർ ലിഖേ. താഴെ കൊടുത്തിരിക്കുന്ന ഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നോക്കൂ. മേം നീതുഹും. ഞാൻ നീതുവാണ്. വഹ് സർദിയോം കി രാത് തി. അതൊരു തണുപ്പുള്ള രാത്രിയായിരുന്നു. ഉസെ ചായ് കെ സാത്ത് ബിസ്ക്കറ്റ് ഖാന ബഹുത്ത് പസന്ത് താ. അവന് ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു. ഇത് ഏത് പാഠത്തിലേതാണെന്ന് മനസ്സിലായോ? നമ്മുടെ ടോമി ഔർ മേം എന്ന പാഠത്തിലെ ഭാഗമാണ് ല്ലേ. ഇനി താഴെ വന്ന ക്വസ്റ്റ്യൻ നോക്കൂ. നീതുക്കെ പില്ലേക്കാ നാം ക്യാ ഹേ. നീതുവിന്റെ പട്ടിക്കുട്ടിയുടെ പേര് എന്താണ്? എന്താണ്? ടോമി, മോട്ടി എന്നിങ്ങനെ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ടോമി ആണ് ല്ലേ. അപ്പൊ കറക്റ്റ് ആൻസർ നിങ്ങൾ ഇതുപോലെ എടുത്ത് താഴേക്ക് എഴുതണം. നെക്സ്റ്റ് പില്ലേക്കോ ചായക്ക് സാത്ത് ക്യാ ഗാന ബഹുത്ത് പസന്ത് താ. പട്ടിക്കുട്ടിക്ക് ചായയുടെ കൂടെ എന്ത് കഴിക്കാനാണ് ഇഷ്ടമുണ്ടായിരുന്നത്? ഇവിടെ പറഞ്ഞൂലേ നമ്മള് ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കാനാണ് ഇഷ്ടമുണ്ടായിരുന്നത് എന്ന്. ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. ആദ്യത്തെ ചിത്രം ഒരു പൂവിന്റെ ആണല്ലേ. പൂവിന് ഹിന്ദിയിൽ എന്താ പറയാ? ഫൂൽ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ചിത്രം ഒരു പെൺകുട്ടിയുടേതാണല്ലേ. പെൺകുട്ടിക്ക് ഹിന്ദിയിൽ ലഡ്കി എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ചിത്രം മീനാണല്ലേ. മീനിന് ഹിന്ദിയിൽ എന്താ പറയാ? മച്ചലി എന്നാണ്. നാലാമത്തെ ചിത്രം ഒരു പട്ടിക്കുട്ടിയുടേതാണല്ലേ. പട്ടിക്കുട്ടിക്ക് പില്ല എന്ന് പറയും. അഞ്ചാമത്തെ ചിത്രം ഒരു തേനീച്ചയുടേതാണല്ലേ. തേനീച്ചക്ക് മക്കി എന്ന് പറയും. ആറാമത്തെ ചിത്രം ഒരു ബുക്കാണ് ല്ലേ. പുസ്തകത്തിന് ഹിന്ദിയിൽ എന്താ പറയാ? കിതാബ് എന്ന് പറയും. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓരോന്നിന്റെയും ആൻസർ ഓരോ ചിത്രത്തിന് താഴെയായിട്ടും നിങ്ങൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പൊ മക്കളെ ഇവ ഓരോന്നിനും എന്താണ് ഹിന്ദിയിൽ പറയാ എന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നീച്ചെ ദിയെ ഗയെ കവിതാക്കെ പംക്തിയോം കോ മിലാൻ കീജിയേ. താഴെ തന്നിട്ടുള്ള കവിതകളുടെ വരികൾ ഓർഡറിലാക്കുക. ഇവിടെ കവിതയിലെ ഓരോ വരികളും ABC എന്നിങ്ങനെ 3 ഭാഗങ്ങളായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കവിത നന്നായി വായിച്ച് ശരിയായ ക്രമം കണ്ടെത്തണം. ഏത് ഭാഗമാണ് ആദ്യം വരുന്നത്, അതിനുശേഷം ഏത് ഭാഗമാണ്, പിന്നീട് ഏതാണ് വരുന്നത് എന്ന് നോക്കി കറക്റ്റ് ഓർഡറിൽ താഴെ എഴുതണം. ഇവിടെയാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. ഇത് നമ്മുടെ ധൂപ്പ് ആഗി എന്ന കവിതയാണല്ലേ. മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ ആ കവിത? എങ്ങനെയാണ് വരുന്നത്? ആദ്യം ഇതിന് നമുക്ക് നമ്പർ ഇട്ട് കൊടുക്കാം. ധൂപ് ആഗി സുബഹ് സുബഹ് കി കലിയാ പ്യാരി പ്യാരി മഹക്കി കലിയാ ക്യാരി ക്യാരി മഹക്കി കലിയാം ഇത്തനി സാരി മഹക്കി. ഇങ്ങനെയാണല്ലേ ക്രമം വരുന്നത്. അപ്പൊ താഴേക്ക് ഇങ്ങനെയാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചിത്ര ദേക്കേം ഔർ ഉത്തർ ലിഖേം. ചിത്രം നോക്കി ആൻസർ എഴുതണം. ഇവിടെ 5 ചിത്രങ്ങൾ കാണുന്നുണ്ട് ല്ലേ. ആ 5 ചിത്രങ്ങളുടെയും നേരെ ഓരോ ചോദ്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാഠഭാഗത്തിലുള്ള അതേ ചിത്രങ്ങൾ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇനി ഇവിടെ തന്നിട്ടുള്ള ഓരോ ക്വസ്റ്റ്യന്റെയും ആൻസർ മുകളിൽ 5 കോളങ്ങളായി കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻസ് നോക്കൂ. രാത് കോ രാത്രിയില്,
ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് തന്നെ. നീതു കെ സാത്ത് നീതുവിന്റെ കൂടെ. കിതാബ് പുസ്തകം. പങ്കേക്ക് ഫാനിന്റെ. ഇതൊക്കെയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ആദ്യത്തെ ചിത്രം നോക്കൂ. ആദ്യത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ടോമി എന്തോ കഴിക്കുന്നുണ്ട് അല്ലേ? ഇനി ചോദ്യം നോക്കൂ. ടോമിക്കോ ക്യാ ഗാന പസന്ത് താ? ടോമിക്ക് എന്ത് കഴിക്കുന്നതാണ് ഇഷ്ടമുണ്ടായിരുന്നത്? നമ്മൾ ഇവിടെ ഓപ്ഷൻസിൽ കണ്ടു ബിസ്ക്കറ്റ് എന്ന്. അപ്പൊ അതാണ് ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കൂ. ടോമി ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അല്ലേ? ചോദ്യം, ടോമി കിസ്കെ നീച്ചെ സോത്താതാ? ടോമി എന്തിന്റെ താഴെയാണ് ഉറങ്ങുന്നത്? അപ്പൊ ഓപ്ഷൻസിൽ നമ്മൾ കണ്ടു പങ്കേക്ക് എന്ന് അല്ലേ? ഫാനിന്റെ താഴെ എന്ന്. അപ്പൊ അതാണ് ആൻസർ എഴുതേണ്ടത്. ഇനി മൂന്നാമത്തെ ചിത്രം നോക്കൂ. ടോമി ഇവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട് അല്ലേ? ക്വസ്റ്റ്യൻ, ടോമി കിസ്കെ സാത്ത് ഗേൽത്താതാ? ടോമി ആരുടെ കൂടെയാണ് കളിച്ചിരുന്നത്? അപ്പൊ ആൻസർ ഇവിടെ ഉണ്ട്, നീതു കെ സാത്ത് എന്നാണ് അല്ലെ? നീതുവിന്റെ കൂടെയാണ് കളിച്ചിരുന്നത്. നെക്സ്റ്റ് നാലാമത്തെ ചിത്രം നോക്കൂ. ഇവിടെ ടോമിയും നീതുവും പുസ്തകം വായിക്കുന്നുണ്ട് അല്ലേ? ചോദ്യം, ടോമി ക്യാ പഠിത്താതാ? ടോമി എന്താണ് വായിച്ചിരുന്നത്? അപ്പൊ ഓപ്ഷൻസിൽ വന്നിട്ടുണ്ട് കിതാബ് എന്ന്. അപ്പൊ അതാണ് ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. നെക്സ്റ്റ് അഞ്ചാമത്തെ ചിത്രത്തില് നീതു ടോർച്ചൊക്കെ അടിച്ച് ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ? ചോദ്യം നോക്കൂ. നീതുക്കോ ടോമി കബ് മില? നീതുവിന് ടോമിയെ എപ്പോഴാണ് കിട്ടിയത്? എപ്പോഴായിരുന്നു? രാത്രിയിലാണ് അല്ലേ? അപ്പൊ രാത്തുക്കോ എന്നതാണ് എഴുതേണ്ടത്. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ എല്ലാ ഉത്തരവും എഴുതേണ്ടത്. ഇതും വളരെ ഈസി ആണല്ലേ? നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പനെ ബാരേമേം ലിഖേ? നിങ്ങളെ കുറിച്ച് എഴുതണം. എന്തെല്ലാമാണ് എഴുതേണ്ടത്? നാം പേര്, നിങ്ങളുടെ പേര് ഇവിടെ ഹിന്ദിയിൽ എഴുതണം. കക്ഷ ക്ലാസ്, നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പാഞ്ചവീം കക്ഷ, 5ാം ക്ലാസ്സിൽ. പിന്നെ നിങ്ങൾ സ്കൂളിന്റെ പേരാണ് താഴെ എഴുതേണ്ടത്. അപ്പൊ അതെല്ലാം നിങ്ങൾ ഹിന്ദിയിലാണ് എഴുതേണ്ടത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ പേരും ക്ലാസ്സും സ്കൂളിന്റെ പേരും എല്ലാം ഹിന്ദിയിൽ എഴുതി പഠിക്കണം. ഓക്കെ മക്കളെ, ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യന്റെയും ആൻസർ പഠിച്ചിട്ടേ നിങ്ങൾ എക്സാമിന് പോകാവൂ. എന്നാൽ നിങ്ങൾക്ക് എ ഗ്രേഡ് ഉറപ്പിക്കാം. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക്